നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വ്യാഴം സ്വന്തം രാശിയുടെ 2, 5, 7, 9, 11 എന്നീ രാശികളിലായി സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ്. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും. സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും, അതായത് ശനിദോഷങ്ങളായ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ തുടങ്ങിയ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ ശനി നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിൻ്റെ ഈ മാറ്റം മൂലം ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നു. മകീരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 7ഉം 10ഉം ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനം രാശി. ശത്രുശല്യം കുറയും, അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും. കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും. കടം വാങ്ങിയ തുക തിരികെ നൽകാൻ ആകുന്നതാണ്. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉന്നത പദവി അലങ്കരിക്കുന്നതിനുള്ള അവസരങ്ങളും വന്നുചേരും. ഉയർച്ച ഉണ്ടാകുന്നതും ആണ്. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കണം. ബന്ധുക്കളുമായി യോജിച്ചു പോകാനും അവസരമുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും അവസരങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതിനും സാധ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. നല്ല സ്വഭാവത്തിനുടമകളും ആയിരിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. ദൂരയാത്രകൾ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നതാണ്. കണ്ടകശനി കാലഘട്ടം ആണെങ്കിലും 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ദോഷാനുഭവങ്ങൾ കുറയുന്നതാണ്. ഗോചരപ്രകാരം വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതിന് അനുസരിച്ചാണ് ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജാതക ഫലത്തേക്കാൾ പ്രാധാന്യം ഈ ഫലങ്ങൾക്ക് നൽകരുത്. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.